അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ഈ സെക്ഷനിൽ ഈ 10 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ ഇവിടെ കാണിച്ച പോലെ ഡയറക്റ്റ് പ്രോബ്ലംസ്, മിക്സിംഗ് പ്രോബ്ലംസ്, ഈക്വൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് പ്രോബ്ലംസ്, അങ്ങനെ ഈ അടങ്ങിയിട്ടുള്ള 10 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഓരോ ടൈപ്പിൻ്റെ അടിയിലും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കോർത്തിണക്കിക്കൊണ്ടിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർമുലാസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കുക. അപ്പം ഇതിൽ ഫോർമുലാസ് മറ്റേ ഈ ഗെയിനും ലോസും, ഗെയിനിൻ്റെ വേറൊരു പേരാണ് കേട്ടോ പ്രോഫിറ്റ്. ഇപ്പം നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് ഞാൻ പറഞ്ഞുതരാം. മോഹൻ ബൈസ് എ ബാഗ് ഫോർ ₹400 ആൻഡ് സെൽസ് ഇറ്റ് ഫോർ ₹600. ഫൈൻഡ് ദ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. അപ്പം ഞാൻ സെല്ലിംഗ് പ്രൈസിനെ ഞാൻ ഈ സെല്ലിംഗ് പ്രൈസിനെ എസ് എന്ന് വിളിക്കും. കോസ്റ്റ് പ്രൈസിനെ ഞാൻ സി എന്നാണ് വിളിക്കുക. സാധാരണ ഓതേഴ്സ് SP അങ്ങനെ എഴുതുക. ഞാനിവിടെ കൺവീനിയൻസിന് വെറും സി എന്നും, കോസ്റ്റ് പ്രൈസിന് സി എന്നും, സെല്ലിംഗ് പ്രൈസിന് എസ് എന്നും വിളിക്കും. അതുപോലെ പ്രോഫിറ്റിൻ്റെ വേറൊരു പേരാണ് കേട്ടോ ഗെയിൻ. പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് P ആണ്. പിന്നെ അല്ലെങ്കിൽ ലോസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് L ആണ്. ഇത് രണ്ടും പേഴ്സൻറ്റേജിലാണ് കേട്ടോ. അപ്പോൾ P പെർസെൻറ്റേജ്, L പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് സാധാരണ എഴുതാറില്ല, അത് പെർസെൻറ്റേജിലാണ് ഉണ്ടാവുക, പ്രോഫിറ്റ് ഓർ ഗെയിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സെല്ലിംഗ് പ്രൈസ് എസ്, കോസ്റ്റ് പ്രൈസ് സി, പ്രോഫിറ്റ് P, ലോസ് L. അങ്ങനെ ഇരിക്കെ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല, പ്രോഫിറ്റ് P ഈസ് ഈക്വൽ ടു 2 ഫോർമുലയാണുള്ളത്. ഒന്ന് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനും ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനും. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇടാം. ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് എസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, സി എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസാണ്. ഈ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനെക്കാട്ടി കൂടുന്ന കേസിൽ മാത്രമേ എന്ത് വരുള്ളൂ, പ്രോഫിറ്റ് വരുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ ആയോ? ഈ 2 ഫോർമുലയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിൽ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനെക്കാട്ടും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനെക്കാട്ടും കുറവായിരിക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് വരിക, ലോസ് വരിക. ക്ലിയർ ആയോ? അപ്പം പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, താഴത്തെ എപ്പോഴും കോസ്റ്റ് പ്രൈസ് ആണ് വരിക, സെല്ലിംഗ് പ്രൈസ് വരില്ല. ഇത് 2 ഫോർമുലാസിലും എന്താ വരിക, കോസ്റ്റ് പ്രൈസ് ആണ് ഡിനോമിനേറ്ററിൽ വരിക. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. മോഹൻ ബൈസ് എ ബാഗ് ഫോർ ₹. അപ്പോൾ കോസ്റ്റ് പ്രൈസ്, വാങ്ങുന്ന പ്രൈസിനാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് അറിയാവും. കോസ്റ്റ് പ്രൈസ് 400 ആണ്. സെൽസ് ഇറ്റ് ഫോർ ₹600. സെല് ചെയ്യുന്നത് ₹600. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനെക്കാട്ടും കൂടുതലാണ്, അല്ല 600 400-നെക്കാട്ടും ഒബ്വിയസ്ലി കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായത് പ്രോഫിറ്റാണ്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, S മൈനസ് C ഡിവൈഡഡ് ബൈ C ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്നത് 600 മൈനസ് 400 ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് 400 ഇൻറ്റു എന്ത് വരും, 100. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് സബ്ട്രാക്ട് ചെയ്യുക. 600 മൈനസ് 400 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 200 ഡിവൈഡഡ് ബൈ 400
ഇൻറ്റു 100. ക്ലിയർ ആയോ? ഈ രണ്ട് സീറോസും കട്ട് ചെയ്യുക. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 4. 200 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ 50% പ്രോഫിറ്റാണ് ഈ ഒരു ഇവൻറ്റിൽ നിന്ന് മോഹൻ ഉണ്ടാക്കിയത്. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്ത ഫോർമുല P = S-C/C × 100. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ നിങ്ങൾ ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ മിസ്സിംഗ് ക്വാണ്ടിറ്റീസ്. അതിൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ വേറൊരു ഫോർമുലയും കൂടി പഠിക്കുന്നത് നല്ലതാണ്. ഒരു 4 ഫോർമുലയായിട്ട് ഞാൻ എഴുതാം. അതിൽ ഒരു ടൈപ്പ് 1 ഇവിടെ എഴുതാം. ലെഫ്റ്റ് സൈഡിൽ ഞാൻ സെല്ലിംഗ് പ്രൈസ് എഴുതുന്നു, റൈറ്റ് സൈഡ് കോസ്റ്റ് പ്രൈസും ഉള്ള ഇതായിട്ട് എഴുതി തരാം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇവിടെ ഈക്വൽ ടു ഒരു കോസ്റ്റ് പ്രൈസ് ഇങ്ങനെ എഴുതാം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എഴുതുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? 100 + P എന്ന് മുകളിൽ എഴുതുക. എപ്പോഴും വലുതായിട്ട് മുകളിൽ എഴുതുക. 100 + P/100 × C. അപ്പോൾ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും തന്നിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. ഇനി ലോസാണ് നമുക്ക് തന്നെങ്കിൽ S = എന്തെഴുതാം? ഈ 100 + Pന് പകരം 100 - L/100 × C. ഓക്കെ, ഇത് ഫസ്റ്റ് ഫോർമുല, ഇത് സെക്കൻഡ് ഫോർമുല. ഇനി കോസ്റ്റ് പ്രൈസിൽ നിന്ന് അടുത്തത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട തേർഡ് ഫോർമുല. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ ഒരു ഈക്വൽ ടു ഇടുക. ഇവിടെ നേരെ താഴത്തായിട്ട് എഴുതുക. ഇവിടെ 100 കമ്പയർ ചെയ്ത് പഠിക്കട്ടെ എപ്പോഴും. അപ്പം എന്നാൽ മൈൻഡിൽ നിൽക്കും. അപ്പം 100 + P താഴത്ത് എഴുതാം. 100 + P മുകളിൽ 100. ക്ലിയർ ആയോ? C ആകുമ്പോൾ താഴത്തായിരിക്കണം വലിയ ടേം. വലിയ ടേം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് 2 ടേംസ് ഉള്ളത്, അതായത് 100ഉം P തന്നിട്ടുള്ള 2 ഡിഫറെൻറ്റ് ടേംസ് ഉള്ളത് താഴത്ത് വരും. ഇവിടെ S എഴുതുന്ന സമയത്ത് മുകളിൽ എഴുതും. അതൊരു മൈൻഡിലൊന്ന് സ്ട്രെസ് ചെയ്ത് മൈൻഡിൽ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ ഫോർത്ത് വൺ, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിൽ തന്നെ ലോസിൻ്റെ കേസിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 100 + P എന്ന് മാറ്റിയിട്ട് അവിടെ എന്താക്കുക? 100 - L എന്ന് എഴുതുക. 2 ടേം ഉള്ളത് താഴത്ത്. ഇത് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റും. S എന്ന് പറയുമ്പോൾ എസ്സും സിയും തമ്മിൽ 2 ടേംസ്, വലിയ ടേം മുകളിലാണ് വരിക. സിയും എസ്സും വരുന്ന സമയത്ത് വലിയ ടേം താഴത്താണ് വരിക. പിന്നെ പ്രോഫിറ്റ് ആകുമ്പോൾ +P, ഓക്കെ, +P ആയിട്ട് തന്നെ പഠിക്കുക. ലോസ് ആകുമ്പോൾ 100 - L. അതുപോലെ ഈ കേസിൽ അതന്നെ, പ്രോഫിറ്റ് ആകുന്ന സമയത്ത് 100 + P, ലോസ് ആകുന്ന സമയത്ത് 100 - L. അപ്പോൾ ഈ ഒരു 4 ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ എളുപ്പമായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതും കൂടി മൈൻഡിൽ നിന്നോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സെറ്റ് കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ഡയറക്റ്റ് ഫോർമുലാസ് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ 2 ഫോർമുലാസും ഈ 4 ഫോർമുലയും പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. ഞാൻ ഈ ഒരു ഈ ഫോർമുലാസൊക്കെ ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്നും കൂടി എഴുതാം. അപ്പോൾ നിങ്ങളെ മൈൻഡിൽ അങ്ങോട്ട് കയറും. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എല്ലാ ടേംസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഇൻഡിവിജ്വലി എഴുതാം. കോസ്റ്റ് പ്രൈസ് C = 150 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ സെല്ലിംഗ് പ്രൈസ് 200 ആണെന്ന് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ നേരത്തെ യൂസ് ചെയ്ത ഫോർമുല നോക്കാം. ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ വരിക? സെല്ലിംഗ് പ്രൈസ് - കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് × 100. ശ്രദ്ധിക്കുക, എപ്പോഴും താഴത്തെ എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 200 - 150 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 150 × 100. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 2, ഇവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇടാം,
200 മൈനസ് 150 എന്ന് പറഞ്ഞാൽ 50. 50 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100. ഈ ഒരു സീറോയും കട്ട് ചെയ്യാം. 5ൽ 1 ടൈംസ്, 15ൽ 3 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 ഡിവൈഡഡ് ബൈ 3. 100 ഡിവൈഡഡ് ബൈ 3 വേണമെങ്കിൽ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. അതെങ്ങനെയാണ് 100/3 കണ്ടുപിടിക്കുക? 100 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇവിടെ 3, അപ്പം 9 വരും. ഇവിടെ 10, വീണ്ടും 3 ഇടുക, അപ്പം 9 വരും. റിമൈൻഡർ 1. അപ്പം നമ്മൾ എഴുതുക 33. ആദ്യം കോഷ്യൻ്റ് എഴുതുക 33. ഈ 33 എഴുതുക, പിന്നെ റിമൈൻഡർ 1, പിന്നെ നമ്മളെ ഈ ഡിവൈസർ, പിന്നെ ഇതെഴുതുക, പിന്നെ ഇതെഴുതുക, പിന്നെ ഇതെഴുതുക. 1/3%. 33 1/3%. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരിക. കാണുന്ന 3 ആണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? അതായത് 33 1/3%. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ്. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 60. ഞാൻ യൂണിറ്റ് ഇടുന്നില്ല കേട്ടോ, ഇവിടെ ആക്ച്വലി 60 റുപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൺവീനിയൻസിന് അത് ഒഴിവാക്കാം, കൺഫ്യൂഷൻ ആവണമെന്ന് വിചാരിച്ചിട്ടാണ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 60, പ്രോഫിറ്റ് 20% തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കോസ്റ്റ് പ്രൈസ് ലെഫ്റ്റിൽ എഴുതുക, സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിൽ എഴുതി. സെല്ലിംഗ് പ്രൈസ് എസ്, പിന്നെ നമുക്കുള്ളത് പ്രോഫിറ്റാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആകുന്ന സമയത്ത് എപ്പോഴും വലിയ ടേം താഴത്ത്. അപ്പോൾ 100 + P ഇൻറ്റു എന്ത് എഴുതുക? ഇവിടെ മുകളിൽ 100. ഓക്കെ, ഇതാണ് ഫോർമുല. വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20%. അപ്പോൾ 20 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 60, വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 60. അങ്ങനെ എഴുതാം കേട്ടോ. 100 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 120 അല്ലേ? നമുക്കറിയാം 60ൻ്റെ ഡബിളാണ് 120. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുക. 60ൽ 1 ടൈംസ്, 120ൽ 2 ടൈംസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. 60 ഡിവൈഡഡ് ബൈ 120 എന്ന് പറഞ്ഞാൽ 600 കട്ട് ചെയ്യുക. പിന്നെ ഇതിൽ കോമൺ ആയിട്ടുള്ള 6ൽ 1 ടൈംസ്, 12ൽ 2 ടൈംസ്. അങ്ങനെയാണെങ്കിൽ 1/2 കിട്ടും. അപ്പം ഇവിടെ ബാക്കി ആരുണ്ട്? 100/2. 100/2 ഈസ് ഈക്വൽ ടു 50. 50 ഇവിടെ കോസ്റ്റ് പ്രൈസ്, അപ്പോൾ 50 റുപ്പീസ്. അതാണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരിക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 120 ആണെന്ന് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ല. സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം. കൂടാതെ ലോസ് തന്നിട്ടുണ്ട്. ലോസ് എന്ന് പറയുന്നത് 5% ആണ്. ലോസ് 5%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് ലെഫ്റ്റിൽ എഴുതേണ്ടത്, കാരണം സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് റൈറ്റിൽ എഴുതാം. അപ്പോൾ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും ലോസ് ആണ് നമുക്ക് തന്നത്. ലോസ് ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എസ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും എന്താ വലിയ ടേം മുകളിൽ എഴുതുക. പിന്നെ ലോസ് ആയതിനെക്കൊണ്ട് നമ്മൾ എന്ത് എഴുതും? 100 മൈനസ് L ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇതാണ് ഫോർമുല. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 100 മൈനസ് L എന്ന് പറയുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 120. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 100 മൈനസ് 5 എന്ന് പറയുമ്പോൾ 95. 95/100 ഇൻറ്റു 120. ഒരു സീറോയും കട്ട്, ഒരു സീറോയും ഇവിടുത്തെ ഒരു സീറോയും ഇവിടുത്തെ ഒരു സീറോയും കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 95 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 10 വരും. ഓക്കെ, അപ്പോൾ 95 ഇൻറ്റു 12 എന്ന് പറയുന്ന സമയത്ത് എത്രയാണ് വരിക? 95 ഇൻറ്റു അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1140 എന്നാണ് വരിക ബൈ 10. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വരിക? 114 റുപ്പീസ്. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ.
95 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 1140. അതിൽ ഇനി 10ൻ്റെ ആ 0 ഇതും കട്ട് ചെയ്യുക. അപ്പോൾ ₹144 അല്ല 114. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 114 ആണ് അവിടെ വരും. അപ്പോൾ ഈ ടൈപ്പ് ആണ്. അപ്പോൾ ഇനി ഞാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട്. കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ല, സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 80. ലോസ് തന്നിട്ടുണ്ട്. ലോസ് ഒരു 100 ആണ് തന്നെന്ന് വിചാരിച്ചോളൂ. 100 അല്ല, സോറി 10%. ഇപ്പോൾ ലോസ് 10%. ലോസ് എപ്പോഴും പെർസെൻറ്റേജിലാണ് കേട്ടോ വരിക. നമ്മൾ എഴുതുന്ന സമയത്ത് പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അല്ല, കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല. അപ്പം സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിരിക്കുന്നത് 80 ആണ്. ലോസ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പം കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ലെഫ്റ്റിൽ എഴുതുക, സെല്ലിംഗ് പ്രൈസ് റൈറ്റിൽ എഴുതുക. അപ്പോൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും വന്നാൽ എന്താ പറയുക, വലിയ ടേം താഴത്ത്. പിന്നെ ലോസ് ആണോ ഇതാണോ നോക്കുക. ലോസ് ആണ്. അപ്പോൾ 100 മൈനസ് L, മുകളിൽ എന്ത് എഴുതുക 100. ഓക്കെ. അപ്പോൾ C ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് എത്ര വരിക, L എന്ന് പറയുന്നത് 10 ഇൻറ്റു S 80, which is equal to 100 into 80 divided by 90. ഓക്കെ. അപ്പോൾ ഈ 0യും കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 100 into 8 by 9 എന്ന് വരും. അപ്പോൾ 100 into 8 എന്ന് പറഞ്ഞാൽ 800. 800 by 9. അപ്പോൾ 800 by 9 റുപ്പീസാണ് വരിക. അത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. 800 ഡിവൈഡഡ് ബൈ 9 എത്രയാണ് വരിക, 8. 8 9s are 72. വീണ്ടും 8. അപ്പോൾ എന്താ വരിക, വീണ്ടും 8. 8 9s are 72. 8. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആദ്യം കോഷ്യൻ്റ് എഴുതുക 88, പിന്നെ റിമൈൻഡർ എഴുതുക 88 8 ബൈ പിന്നെ ഡിവൈസർ എഴുതുക 88/9 റുപ്പീസ്. അപ്പോൾ അതാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഫസ്റ്റ് സെറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഫോമിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 4 അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡയറക്റ്റ് കണ്ടുപിടിക്കേണ്ട 2 ഫോമിലും പിന്നെ നമ്മൾ സെക്കൻഡ് സെറ്റായിട്ട് എഴുതിയ 4 ഫോമിലും ടോട്ടലി 6 ഫോമുല പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ഫോമുലയിലുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ടൈപ്പ് 2 പ്രോബ്ലം നോക്കാം. അതായത് ടൈപ്പ് 2 എന്ന് പറയുന്നത് മിക്സിംഗ് പ്രോബ്ലംസ് ആണ്. അതായത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതാണ് നമ്മുടെ ടൈപ്പ് 2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫോമുല യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഡയറക്റ്റ് ഈ മെത്തേഡ് കൂടെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നോക്കുക, നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. നോക്കുക, ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ അറിയാം. ഉമ ബോട്ട് എ നമ്പർ ഓഫ് റോസസ് ഫോർ റുപ്പീസ്. Uma bought a number of roses at 4 for a rupee and an equal number at 2 for a rupee. At what price per dozen should she sell them to make a profit of 25%? അതായത് 2 വെറൈറ്റി റോസസ് ഉണ്ട് അവിടെ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം വെറൈറ്റി 1 ഞാനിങ്ങനെ തന്നെ എഴുതി, വെറൈറ്റി 1 എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിന് 1 രൂപ. അപ്പം നമ്മൾ എന്ത് എഴുതുക, അത് നമ്മൾ സിമ്പിളായിട്ട് എഴുതുന്ന സമയത്ത് 4 നമ്പേഴ്സിന് എത്ര, 1 രൂപ, 1 റുപ്പി. അതായത് നോക്ക് 2 വെറൈറ്റി റോസസ് ഉണ്ട്, വെറൈറ്റി 1ഉം വെറൈറ്റി 2. വെറൈറ്റി 1ന് 4 എണ്ണത്തിന് 1 രൂപ. അപ്പം പ്രൈസ് ഓഫ് 1 നമ്പർ എത്രയാണ് വരിക, പ്രൈസ് ഓഫ് 1 ഒരെണ്ണത്തിൻ്റെ എത്രയാണ് വരിക, 4 റോസിനാണ്. 4 നമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് 4 റോസിനാണ് കേട്ടോ. 4 റോസിന് 1 രൂപയാണെങ്കിൽ 1 റോസിന് 1/4 റുപ്പീസാണ് വരിക. ഓക്കെ. അതുപോലെ വെറൈറ്റി 2 നോക്കാം. വെറൈറ്റി 2ൽ 2 എണ്ണത്തിനാണ്, 2 നമ്പേഴ്സിനാണ് എത്ര, 1 രൂപ.
അതായത് 2 റോസിനാണ് 1 രൂപ. ദെർഫോർ നമ്മൾ നേരത്തെ എഴുതിയ മാതിരി പ്രൈസ് ഓഫ് 1 റോസ് അല്ലെങ്കിൽ 1 നമ്പർ മീൻസ് റോസ് ആട്ടോ. അവിടെ വേണമെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റോസ് തന്നെ ആയിരിക്കും. വെറൈറ്റി 1. അപ്പോൾ ഇവിടെ 4 റോസസ്. അപ്പം ഇവിടെയും പ്രൈസ് ഓഫ് 1 റോസ്, ഒരു റോസിന് 1 റോസ് ഓഫ് വെറൈറ്റി 1. ഇവിടെ 2 റോസസിൻ്റെ വില 1 രൂപ. നമ്മൾ സാധാരണ നമ്പേഴ്സ് എന്നാണ് എഴുതുക. ഇത്ര നമ്പർ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാൻ വേണ്ടിയിട്ട്, ഇവിടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് റോസ് തന്നെ എടുക്കുക. പ്രൈസ് ഓഫ് 1 റോസ്. അപ്പോൾ 2 റോസിനാണ് വില. വെറൈറ്റി 2ലുള്ള 2 റോസിനാണ് 1 രൂപ. അപ്പോൾ ഒരു റോസിന് എന്താ വരിക? 1/2 റുപ്പീസാണ് വരിക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്ക്. അറ്റ് വാട്ട് പ്രൈസ് പെർ ഡസൻ ഷുഡ് ഷീ സെൽ ദം ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 25%? അപ്പം ഈ ഉമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ലക്ഷ്യം എന്താ പറഞ്ഞാൽ 25% പ്രോഫിറ്റ് ഉണ്ടാക്കണം. എത്ര? ഒരു ഡസൻ സെൽ ചെയ്തിട്ട്. അപ്പം നമ്മൾ ഇതിൽ എത്ര വെറൈറ്റി റോസ് മിക്സ് ചെയ്യുന്നതെന്നൊന്നും അല്ല, എത്ര റേഷ്യോയിൽ എടുക്കണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വെറൈറ്റി 1ഉം വെറൈറ്റി 2 ഈക്വൽ ആയിട്ട് എടുക്കാം. അപ്പം ഒരു ഡസൻ ശ്രദ്ധിക്കട്ടോ. അപ്പം ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 1 ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആക്ച്വലി എത്രയാണ് വരിക? 12 റോസസ് ആണ് വരിക. ഒരു ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 റോസസ് ആണ് വരിക. ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ് അതിൻ്റെ കണക്ക്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12. അപ്പം നമ്മൾ ഈക്വൽ ആയിട്ട് വരുന്ന സമയത്ത് 6 റോസ്, 6 റോസസ് എന്ത്? വെറൈറ്റി 1. അതും പിന്നെ 6 റോസ്, 6 റോസസ് ഓഫ് വെറൈറ്റി 2. ഇത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. 6 റോസസ് ഓഫ് വെറൈറ്റി 1 ആൻഡ് 6 റോസസ് ഓഫ് വെറൈറ്റി 2. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡസൻ ഉണ്ടാക്കുന്നത്. അപ്പം 6 റോസസ് എന്നാൽ എത്ര? ഒരു റോസിൻ്റെ വില 1. ഫസ്റ്റ് വെറൈറ്റി 1 ഒരു റോസിൻ്റെ വില 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ 6 റോസിന് എത്രയായിരിക്കും വരിക? 6 × 1/4 പ്ലസ് 6 റോസ് വെറൈറ്റി 2. വെറൈറ്റി 2 ഒരു റോസിൻ്റെ വില എത്രയാണ്? 1/2. അപ്പോൾ 1/2. വെറൈറ്റി 1 ഒരു റോസിന് 1/4 റുപ്പീസാണ്. അപ്പോൾ 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 × 1/4. സിമിലർലി വെറൈറ്റി 2ന് ഒരു റോസിന് 1/2 ആണ്. അപ്പോൾ 6 × 1/2. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡസൻ ആക്കി. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 6/4 എന്ന് പറഞ്ഞാൽ 3/2. അതായത് ഇവിടെ 2 ടൈംസ്, ഇവിടെ 3 ടൈംസ് പ്ലസ് ഇതെന്താ വരിക? 6 കട്ട് ചെയ്താൽ 3 വരും. 1 ടൈംസ്, ഇവിടെ 3 ടൈംസ്. വേണമെങ്കിൽ നമുക്ക് ഡെസിമലായിട്ട് തന്നെ എഴുതാം. 3/2 എന്ന് പറഞ്ഞാൽ 1.5. 1.5 പ്ലസ് 3 എന്ന് പറയുന്നത് 4.5 റുപ്പീസ്. 4.5 റുപ്പീസ്. ഇതാണ് കോസ്റ്റ് പ്രൈസ്. ശ്രദ്ധിക്കണം, ഇതാണ് കോസ്റ്റ് പ്രൈസ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര? 25% പ്രോഫിറ്റാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്യുക കേട്ടോ, എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. അപ്പം ഞാനിത് ഡ്രാഗ് ചെയ്യുന്നതിനെ കൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോവും, സ്പേസ് ഇല്ലാത്തത് കൊണ്ട്. അപ്പം 25% പ്രോഫിറ്റാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്ക് നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്യാം. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4.5 ആണ്. 4.5 റുപ്പീസ്. സെല്ലിംഗ് പ്രൈസ് നമുക്കറിയില്ല. നമുക്ക് എന്താണ് പ്രോഫിറ്റ് എത്ര കിട്ടണം? 25% പ്രോഫിറ്റും കിട്ടണം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല എന്താ? സെല്ലിംഗ് പ്രൈസ് ഇവിടെ എഴുതുക. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നതിനെ കൊണ്ട് സെല്ലിംഗ് പ്രൈസ് ലെഫ്റ്റിൽ എഴുതുക, കോസ്റ്റ് പ്രൈസ് റൈറ്റിൽ എഴുതുക. അത് നമ്മളെങ്ങനെ എഴുതുക? പ്രോഫിറ്റ് ആകുമ്പോൾ, സെല്ലിംഗ് പ്രൈസ് ആകുമ്പോൾ വലിയ ടേം മുകളിൽ 100 + P/100. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 100 + 25 / 100 ഇൻറ്റു സി എന്ന് പറയുന്നത് 4.5. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 125 / 100 ഇൻറ്റു 4.5. 125ൽ 5 ടൈംസ്, ഇവിടെ 4 ടൈംസ്, വിച്ച് ഈസ് ഈക്വൽ ടു 5 × 4.5 എന്ന് പറഞ്ഞാൽ 22.5 / 4.
ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? 5.625 റുപ്പീസ് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഒരു ഒന്നും കൂടി പറയുന്നത് എന്താണെന്നാൽ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 റോസ് ഈക്വലായിട്ടാണ് മിക്സ് ചെയ്തത് കേട്ടോ. അതായത് 6 ഡസൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 6 ഡസൻ അല്ല, ഒരു ഡസൻ 12 റോസസ് എന്നാൽ 6 എണ്ണം വെറൈറ്റി 1 ആണ്, 6 എണ്ണം വെറൈറ്റി 2 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. സെക്കൻഡ് പ്രോബ്ലം എന്താ പറയുന്നത് നമുക്ക്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോബ്ലം. A grocer purchased 80 kilogram of sugar at rupees 13.5 per kilogram and mixed it with 120 kilogram sugar at rupees 16 per kilogram. At what rate should he sell the mixture to get a gain of 16%? അപ്പോൾ ഇവിടെ ഈക്വൽ ആയിട്ടല്ല മിക്സ് ചെയ്തത് കണ്ടോ. അതിൽ ഞാൻ ടൈപ്പ്, അതായത് വെറൈറ്റി 1, അതായത് ഷുഗറാണ് കേട്ടോ. ഷുഗർ വെറൈറ്റി 1 നമ്മൾ എത്ര എടുത്തത്? 80 കിലോഗ്രാമാണ് എടുത്തത്. വെറൈറ്റി 2 എടുത്തിരിക്കുന്നത് 120 കിലോഗ്രാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈക്വൽ പ്രൊപ്പോർഷൻ അല്ല. പിന്നെ വെറൈറ്റി 1ൻ്റെ പ്രൈസും നമുക്കിത് എഴുതാം. എത്രയാണ് വരിക? 13.5 റുപ്പീസാണ് വരുന്നത്. ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ 16. ഓക്കെ, 16 റുപ്പീസ് പെർ കിലോഗ്രാം ആണ് കേട്ടോ. 1 കിലോഗ്രാം 80 എന്നല്ല, ഞാൻ പെർ കിലോഗ്രാം. 1 കിലോഗ്രാമിനാണ് 16 രൂപ. ഇതിന് 1 കിലോഗ്രാമിന് ഇവിടെ 13.5 റുപ്പീസാണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. റേഷ്യോ എന്ന് പറയുന്നത് 80:120. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് 80 ഡിവൈഡഡ് ബൈ 120 എന്ന് എഴുതാം. ഈ 0 കട്ട് ചെയ്യാം. ഇതിൽ 2ൽ 4 കോമൺ അല്ല. 4 8ൽ 2 ടൈംസ്, ഇതിൽ 3. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. 2:3 ആണ് റേഷ്യോ. അപ്പോൾ നിങ്ങൾ 1 കിലോ, അപ്പോൾ നമ്മൾ പുതിയ വെറൈറ്റി ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ന്യൂ വെറൈറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ, 1 കിലോഗ്രാമിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 കിലോഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ 2:3 അല്ലേ. അപ്പം അതായത് 2:3 എന്ന് പറഞ്ഞാൽ വെറൈറ്റി 1ൻ്റെ പാർട്ട് എത്രയായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. വെറൈറ്റി 1, അതായത് ഫ്രാക്ഷൻ ഓഫ് വെറൈറ്റി 1. 1 കിലോഗ്രാമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വെറൈറ്റി ഇത് 1 ആണ്, ഇത് 2 ആണ്. ഈ 2:3ൽ ഈ 2 എന്ന് പറയുന്നത് 1ൻ്റെയാണ്, വെറൈറ്റി 1ൻ്റെയാണ്. 3 എന്ന് പറയുന്നത് വെറൈറ്റി 2ൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ എത്ര നോക്കുക, എത്ര പാർട്ട് ഉണ്ട് നോക്കുക. 2 + 3 5. അതിൽ വെറൈറ്റി 1 എത്ര ഉണ്ട്? 2. അപ്പോൾ 2/5 ആണ് ഫ്രാക്ഷൻ ഓഫ് വെറൈറ്റി 1. അല്ല, 1 കിലോഗ്രാം അല്ലാണ് ഞാൻ പറയുന്നത്. ഇനി അപ്പം ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരിക? അതുപോലെ ഞാൻ ഇവിടെ എഴുതാം, ഫ്രാക്ഷൻ ഓഫ് വെറൈറ്റി 2. വെറൈറ്റി 2ൻ്റെ ഫ്രാക്ഷൻ എത്രയാണ് വരിക? വിച്ച് ഈസ് ഈക്വൽ ടു എത്ര പാർട്ടുള്ളത്? വെറൈറ്റി 2 3 പാർട്ടുള്ളത്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരിക? പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസ് ഓഫ് വെറൈറ്റി 1 എത്രയാണ് വരിക? 2/5 ഇൻറ്റു എത്രയാ? 1ൻ്റെ വില എത്രയാ? വെറൈറ്റി 1ൻ്റെ വില എത്രയാണ് നോക്ക്? 13.5. അപ്പം 13.5. അതങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്താ വരിക? പ്രൈസ് ഓഫ് വെറൈറ്റി 2 അതെന്താ വരിക? 3/5 ഇൻറ്റു വെറൈറ്റി സെക്കൻഡിൻ്റെ പ്രൈസ് 16 ആണ്. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം ആണ് കേട്ടോ ഞാൻ പറയുന്നത്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് അതിൽ 2/5 പാർട്ട്, 1 കിലോഗ്രാമിൻ്റെ 2/5 പാർട്ട് എന്താണ്? വെറൈറ്റി 1 ആണ്. 3/5 പാർട്ട് വെറൈറ്റി 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് എത്രയാണ് വരിക?
Therefore, total price of 1 kg എന്ന് എഴുതാം. Total price of 1 kilogram of new rice, new variety. ഷുഗർ ആണിത്, റൈസ് അല്ല, ഷുഗർ. അപ്പോൾ ന്യൂ വെറൈറ്റി 1 കിലോഗ്രാമിന് അപ്പോൾ എത്ര വരും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? 2/5 ഇൻറ്റു 13.5 പ്ലസ് 3/5 ഇൻറ്റു 16. നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 13.5 എന്ന് പറഞ്ഞാൽ 27/5 പ്ലസ് 48 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു എന്താ വരിക? ഇത് രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയതിനെ കൊണ്ട് ബൈ 5 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ബൈ 5 എന്നിട്ട് 27 പ്ലസ് 48 എന്ന് എഴുതാം. 27 പ്ലസ് 48. അപ്പം ഇത് ചെയ്ത് വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 75 വരിക. 75/5 അത്രയാണ് വരിക. 15 കിലോഗ്രാമാണ് പുതിയ വെറൈറ്റി. ഓക്കെ, അപ്പോൾ പുതിയ വെറൈറ്റി റൈസിൻ്റെ വില എത്രയാണ് വരിക? ഈ രണ്ട് വെറൈറ്റി 1ഉം വെറൈറ്റി 2 കൂടി മിക്സ് ചെയ്തപ്പോൾ പുതിയ വെറൈറ്റീൻ്റെ വില എത്ര കിട്ടുന്നത്? 15 കിലോഗ്രാം. ഇനി ഈ 15 കിലോഗ്രാം ആണ് അദ്ദേഹത്തിൻ്റെ ആ മെർച്ചൻറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് വരുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? 15 കിലോഗ്രാം ആണ്. അല്ല, 15 കിലോഗ്രാം അല്ല, 15 ഇത് കിലോഗ്രാം അല്ല കേട്ടോ, സോറി, 15 റുപ്പീസാണ് ന്യൂ വെറൈറ്റീൻ്റെ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് തന്നെ 15 റുപ്പീസാണ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ മെർച്ചൻറ്റിന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം? പ്രോഫിറ്റ് 16% പ്രോഫിറ്റാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16%. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മാതിരി തന്നെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയില്ല, കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആണുള്ളത്. അപ്പോൾ വലിയ ടേം മുകളിൽ, അപ്പോൾ 100 പ്ലസ് പി ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് തന്നെ 15 വിച്ച് ഈസ് ഈക്വൽ ടു 116 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 15. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 100ഉം 1/16ഉം 116ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇട്ടാൽ മതി. രണ്ട് ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ 1.16 ഇൻറ്റു 15. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും 17.4 കിലോഗ്രാം, അല്ല 17.4 റുപ്പീസ് കിട്ടും. അപ്പോൾ ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ ആയോ? ഇതാണ് ഈ രണ്ട് ടൈപ്പുകളിലും മിക്സിംഗ് പ്രോബ്ലത്തിൽ. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് ആയിട്ടുള്ള, ലോസും പ്രോഫിറ്റും ഈക്വൽ ആയിട്ട് പെർസെൻറ്റേജ് വരുന്ന പ്രോബ്ലം. ഒരു എക്സാമ്പിളായിട്ട് നോക്കുക. എ മാൻ സോൾഡ് 2 of his smartphones at rupees 1600. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സെല്ലിംഗ് പ്രൈസ് 1600 ആണ്. സെല്ലിംഗ് പ്രൈസ് 1600 ആണ്. ഹി സോൾഡ് 1 at a profit of 14%. അതായത് ഒരു ടൈപ്പ് 14% പ്രോഫിറ്റിനും, അതായത് മറ്റേത് രണ്ട് ഫോൺ ഇവിടെ സെല് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സെൽഫോണ്, ഫസ്റ്റ് സെൽഫോണ് 14% പ്രോഫിറ്റിനും രണ്ടാമത്തെ സെൽഫോണ് 14% ലോസിനുമാണ് അദ്ദേഹം സെല് ചെയ്തത്. രണ്ടിനും സെല്ലിംഗ് പ്രൈസ് 1600 ആണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് സെയിമും ഈക്വൽ പ്രോഫിറ്റും ലോസും ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഓൾവേസ് എന്താ ഉണ്ടാവുക? ഓൾവേസ് ലോസ് ആണ് ഉണ്ടാവുക. ആ കാര്യം നിങ്ങൾ ആദ്യം അത് ശ്രദ്ധിക്കുക. അപ്പം രണ്ടും പ്രോഫിറ്റും ലോസും കൂടിയാണ് ഈക്വൽ ആണെങ്കിൽ അവിടെ എന്തേ ഉണ്ടാവുള്ളൂ? ഓൾവേസ് ലോസ് ആണ് ഉണ്ടാവുക. ഇനി
പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് അത് എത്രയാണ് വരിക? 14/10 ചെയ്യാം. 14/10 അതിനെ സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, അതായത് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 10 എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ 14ൻ്റെ ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുക. അപ്പോൾ 14ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 196. 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 1.96% എന്നാണ് കിട്ടുക. പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, അതെന്താ വരിക? ലോസ് ആയിരിക്കും, ഒരിക്കലും പ്രോഫിറ്റ് വരില്ല. ഈക്വലായിട്ട് പ്രോഫിറ്റും ലോസും പെർസെൻറ്റേജ് വരികയാണെങ്കിൽ, സെയിം സെല്ലിംഗ് പ്രൈസിൽ ഈക്വലായിട്ട് പ്രോഫിറ്റും ലോസും വരികയാണെങ്കിൽ അവിടെ എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ? ലോസേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ന്യൂമറിക്കൽസ് ഒന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫോർമുല ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്ക്, സെയിം ക്വസ്റ്റ്യൻ ആണ്. എ റീറ്റെയിലർ സോൾഡ് എ ബണ്ടിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ബുക്സ് at a profit of 12% in the month of January. He sold the similar bundle the next month at a loss of 12%. ഓക്കെ, അതായത് ഒരു ബുക്ക് സെക്കൻഡ് ഹാൻഡ് ബുക്കിൻ്റെ ബണ്ടിലാണ്. അത് ഒരു മാസം പ്രോഫിറ്റ് 12%, തൊട്ടടുത്ത മാസം അത് സെയിം ബണ്ടിൽ തന്നെ ലോസ് 12%-ലും വിറ്റ്. അപ്പോൾ ഈക്വൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈക്വൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജ്. അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങളൊന്നും നോക്കണ്ട, എന്താ ഉണ്ടാവുക? ലോസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡ്, പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഏതെങ്കിലും എടുക്കുക, 12/10 ചെയ്യുക, അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ഡിവൈഡഡ് ബൈ 100 which is equal to 1.44%. അപ്പോൾ 1.44% ലോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ടൈപ്പ്, ഈക്വൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇനി അടുത്ത ടൈപ്പാണ് അൺഈക്വൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പം ഈ ഒരു സെക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അൺഈക്വൽ, അതായത് 7th ക്വസ്റ്റ്യൻ നോക്ക്. ഈച്ച് ഓഫ് ദ 2 cars ഈസ് സോൾഡ് അറ്റ് ദ സെയിം പ്രൈസ്. അതായത് സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് പറയുന്നില്ല, സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. എ പ്രോഫിറ്റ് ഓഫ് 20% ഈസ് മെയ്ഡ് ഓൺ ദ ഫസ്റ്റ്. അതായത് ഫസ്റ്റത്തേൽ പ്രോഫിറ്റ് എത്രയാണ് വരിക? 20% ആണ്. അതായത് ആദ്യത്തെ കാറിന് 20%, 2 കാറാണ് അദ്ദേഹം വിറ്റത്, ഫസ്റ്റ് കാറ്, സെക്കൻഡ് കാറ്. അതിൽ ഫസ്റ്റ് കാറിന് പ്രോഫിറ്റ് ആണ് ഉണ്ടായത്, അത് 20% ആണ്. സെക്കൻഡ് കാറിന് ലോസ് ആണ് ഉണ്ടായത്, അത് 10% ആണ്. ഓക്കെ, അപ്പം എന്താ ചോദിച്ചെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ലോസ് ഓർ ഗെയിൻ ഇൻ ദിസ് ട്രാൻസാക്ഷൻ. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്, അതായത് ഫസ്റ്റ് കാർ 20% പ്രോഫിറ്റിലും സെക്കൻഡ് കാറ് 10% ലോസിലുമാണ് ഉണ്ടായത്. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ചെറിയൊരു ഫോമുല ഉണ്ട്, അതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. P<50 L/50 - L ആണോ നോക്കാം. അതായത് നിങ്ങൾ ഈ L എന്ന് പറയുന്നത് ലോസാണ്, P എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ P എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താ വരിക? ലോസ് ആണ് വരിക. ക്ലിയർ ആയോ? അപ്പം നമുക്ക് നോക്കാം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ Pയിൽ നമ്മൾ 20 <50. ഇത് കറക്റ്റ് ചെക്ക് ചെയ്യാണ് കേട്ടോ. നമ്മൾ തൽക്കാലം ഇതിപ്പോൾ < ഇട്ടുന്നേ ഉള്ളൂ. 50 ഇൻറ്റു ലോസ് എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ 50 മൈനസ് ലോസ് തന്നെ 10. ഇപ്പോൾ 20 500 ഡിവൈഡഡ് ബൈ 40. ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് 20 എന്താ വരിക? 0 ഇട്ട് കഴിയുമ്പം 50 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 25/2 എന്ന് പറയുമ്പം 12.5 അല്ലേ?
12.5. അപ്പം ഈ ഒരു കണ്ടീഷൻ തെറ്റല്ലേ? കാരണം 20 ഒരിക്കലും എന്ത് വരില്ല, 12.5-നെക്കാട്ടിയും ചെറുതായിട്ട് വരില്ല. കാരണം 20 ഗ്രേറ്റർ ദാൻ 12.5. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ എന്താ ഉണ്ടാവുക? പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അപ്പം ഇവിടെ ഈ ഒരു കണ്ടീഷൻ എന്തിനുള്ളതാ? പ്രോഫിറ്റ്. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ അത് ലോസ് ആണ് ഉണ്ടാവുക. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ, ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ അത് ലോസ് ആണ് ഉണ്ടാവുക. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. നമുക്ക് ഇപ്പോൾ കിട്ടി ആ കണ്ടീഷൻ തെറ്റാണ്, നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തെറ്റാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അപ്പം അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലായി. ലോസ് ഈക്വൽ ടു 10%. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് കിട്ടി. പ്രോഫിറ്റിന് ഇനി പെർസെൻറ്റേജ് പ്രോഫിറ്റ്. കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഈക്വൽ പ്രോഫിറ്റും ലോസും ആണെങ്കിൽ എന്തായാലും ലോസാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ അൺഈക്വൽ പ്രോഫിറ്റും ലോസും ഉണ്ടായതിനെ കൊണ്ട് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം പെർസെൻറ്റേജ് പ്രോഫിറ്റ് അത് കണ്ടുപിടിക്കാൻ ഒരു ഫോമുല ഉണ്ട്. ഇത് പഠിച്ചു വെച്ചോ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോ. 100 ഇൻറ്റു എന്ത് ചെയ്യുക? P മൈനസ് L മൈനസ് 2 ടൈംസ് PL ഹോൾ ഡിവൈഡഡ് ബൈ 100 പ്ലസ് L 100 പ്ലസ് P 100 പ്ലസ് P പ്ലസ് 100 മൈനസ് L. ഈ ഒരു ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കുക. അത് നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു മെത്തേഡിൽ ചെയ്യാം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലോസ്, കണ്ടീഷൻ തെറ്റാണെങ്കിൽ പ്രോഫിറ്റ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫോമുലയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 100 ഇൻറ്റു P എന്ന് പറയുന്നത് 20. അപ്പോൾ 20 മൈനസ് 10 മൈനസ് 2 ഇൻറ്റു 20 ഇൻറ്റു 10 ഹോൾ ഡിവൈഡഡ് ബൈ 100 പ്ലസ് 20 പ്ലസ് 100 മൈനസ് 10. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 20 മൈനസ് എന്ന് പറഞ്ഞാൽ 10 മൈനസ് 2 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 10 400 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 20 120 പ്ലസ് 100 മൈനസ് 10 90 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? 1000 ഇത് 1000 മൈനസ് 400 ഡിവൈഡഡ് ബൈ 210 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? 600 ഡിവൈഡഡ് ബൈ 210. ഈ 0 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 60 ഡിവൈഡഡ് ബൈ 21. ഇതിൽ രണ്ടിൽ 3 കോമണാണ്. 3 60ൽ 20 ടൈംസ് 7. അപ്പം അങ്ങനെ എഴുതിയാൽ മതി. 20/7% പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. വേണമെങ്കിൽ 20/7 എങ്ങനെയും എഴുതാം കേട്ടോ. സാധാരണ ഇങ്ങനെയാണ് ആൻസർ ഷീറ്റിലൊക്കെ കാണാറ്. അതായത് 20 ഡിവൈഡഡ് ബൈ 7 നമ്മൾ എന്ത് ചെയ്യും? 2 ടൈംസ്. അപ്പോൾ 14 അപ്പോൾ 6 വിച്ച് ഈസ് ഈക്വൽ ടു 6/7% എന്ന് കാണാം. അത്രയും പ്രോഫിറ്റാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ ഈ 2 ഫോമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2 items are sold at the same selling price. Same selling price ആണ്. The first one is sold at 25% profit and other at 15%. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേൽ പ്രോഫിറ്റ് 25% ആണ്, രണ്ടാമത്തത് ലോസിലാണ്, അത് 15% ആണ്. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആ കണ്ടീഷൻ നോക്കാം. P ലെസ് ദാൻ 50L ബൈ 50 മൈനസ് L. ഇത് കറക്റ്റ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലോസ്, ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ പ്രോഫിറ്റ്. അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 25 ലെസ് ദാൻ 50 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 50 മൈനസ് 15. 25 ലെസ് ദാൻ ഇതിപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് 50 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 35 എന്ന് വരും അല്ല 35. ഇത് കട്ട് ചെയ്യാമല്ലോ. ഇത് 3 ടൈംസ്, ഇത് 7 ടൈംസ് അല്ലേ. ഇത്
സോൾവ് ചെയ്യുന്ന സമയത്ത് 150/7 വരും. അപ്പം 25 ലെസ് ദാൻ 150 ഡിവൈഡഡ് ബൈ 7. 150 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ലെസ് ദാൻ ഇതിൽ 2 കണ്ടോ 21 പോയിന്റ് സംതിങ് ആണ് വരിക. 21 പോയിന്റ് സംതിങ്. അപ്പോൾ ഈ കണ്ടീഷനും തെറ്റാണ്. ഇത് തെറ്റാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അപ്പം ഈ കണ്ടീഷൻ എന്തിൻ്റെയാണ്? ഇവിടെ അപ്പം നമ്മൾ ഈ ഒരു കണ്ടീഷൻ തെറ്റാണ്. തെറ്റാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആയോ? അപ്പോൾ ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താ? പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈക്വൽ ടു നമ്മളിപ്പം കണ്ടുപിടിച്ച 100 ഇൻറ്റു P മൈനസ് L മൈനസ് 2PL ഡിവൈഡഡ് ബൈ 100 പ്ലസ് P പ്ലസ് 100 മൈനസ് L വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു P എന്ന് പറയുന്നത് 25. 25 മൈനസ് 15 മൈനസ് 2 ഇൻറ്റു 25 ഇൻറ്റു 15 whole divided by 100 plus 25 plus 100 minus 15 which is equal to 100 into 25 minus 15 എന്ന് പറയുമ്പോൾ 10 minus 2 into 25 എന്ന് പറഞ്ഞാൽ 50 50 into 15 അപ്പോൾ 750 വരും. 50 divided by 125 plus 85 which is equal to ഇത് 1000 ആവില്ല. 1000 മൈനസ് 750 ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുന്ന സമയത്ത് 210 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 250 ഡിവൈഡഡ് ബൈ 210 ഈ 0 കട്ട് ചെയ്യും. അപ്പം 25 ഡിവൈഡഡ് ബൈ 21% എന്ന് കിട്ടും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 25 ഡിവൈഡഡ് ബൈ 21 ചെയ്യുന്ന സമയത്ത് 121/4 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതുക? 1/4/21% എന്ന് എഴുതാം. ഇത്രയും പെർസെൻറ്റേജ് ആണ് എന്ത് വരിക? പ്രോഫിറ്റ് ഉണ്ടാവുക. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ടൈപ്പ്. അണീക്വൽ ആയിട്ട് ഫോർത്ത് ടൈപ്പ് അണീക്വൽ ആയിട്ട് ലോസ് ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് വരുമ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുക എങ്ങനെയാണ്? ഇനി അടുത്ത ടൈപ്പാണ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ടൈപ്പ് പ്രോബ്ലം, ടൈപ്പ് 5. അതായത് ഇവിടെ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തി മേടിക്കുന്ന സമയത്ത് പ്രോഫിറ്റ്, പിന്നെ ആ വ്യക്തി വേറൊരു വ്യക്തിക്ക് അത് വിൽക്കുന്ന സമയത്തും പ്രോഫിറ്റ്, അങ്ങനത്തെ കേസൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ. നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം, അപ്പം മനസ്സിലാവും. അപ്പം ഇവിടെ 3 പേരുണ്ട്. ഒന്ന്, പീറ്റർ സെൽസ് എ ബൈസിക്കിൾ ടു രാകേഷ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 15%. അതായത് ഇവിടെ പീറ്റർ ഉണ്ട്, രാകേഷ് ഉണ്ട്, പിന്നെ ഷിക 3 ആൾക്കാർ. പീറ്റർ, രാകേഷ്, പിന്നെ ഷിക. പീറ്റർ രാകേഷിന് 15% പ്രോഫിറ്റിനാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ രാകേഷ് പീറ്ററിൻ്റെ കയ്യിൽ നിന്ന് സൈക്കിൾ മേടിക്കുകയും ചെയ്ത് രാകേഷ് ഷികയ്ക്ക് അത് എന്ത് കൊടുത്ത് 20% പ്രോഫിറ്റിന് വിറ്റ്. അപ്പോൾ ചോദിച്ചത് എന്താണെന്ന്, ഷിക പേ ചെയ്യുന്നത് 3000 റുപ്പീസാണ് ആ സൈക്കിളിന്. അപ്പം ദെൻ വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബൈസിക്കിൾ ഫോർ പീറ്റർ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പം ഇവിടെ 2 കേസ് ചോദിക്കും. ഈ പ്രോബ്ലത്തിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനി നെറ്റ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അതും കൂടി ഉണ്ടെന്ന് ചോദിച്ചു വിചാരിച്ചോ. ഫൈൻഡ് ഓൾസോ the net profit
അപ്പം നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടിയെന്ന് ചിലപ്പോൾ ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലില്ല, ഞാനിപ്പോൾ ആഡ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇപ്പോൾ ഇവിടെ ചോദിച്ചത് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇത് P1 ഇത് P2 എന്ന് എടുത്ത്. അപ്പം നെറ്റ് പ്രോഫിറ്റ്, കാരണം രണ്ട് ട്രാൻസാക്ഷനിലും പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ രണ്ട് ട്രാൻസാക്ഷനിലും, ഇവിടെ നടന്ന ട്രാൻസാക്ഷനിലും സെക്കൻഡ് ട്രാൻസാക്ഷനിലും പ്രോഫിറ്റ് ആണ്. അതുകൊണ്ടാണ് P1 P2 എന്ന് എടുത്തത്. ഇവിടെ ലോസ് ഇല്ല. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. P1 + P2 + P1 P2 ഡിവൈഡഡ് ബൈ 100. P1 P2 ഡിവൈഡഡ് ബൈ 100. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടില്ല നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, ഞാനിവിടെ ആഡ് ചെയ്തതാണ് ക്വസ്റ്റ്യനിൽ. ഇനി അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കത് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം ഇവിടെ P1 എന്ന് പറയുന്നത് എത്രയാണ്? 15 + 20 + 15 × 20 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 15 + 20 എന്ന് പറയുമ്പോൾ 35 പ്ലസ് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 20 ഇത് കട്ടാവും, ഇവിടെ 5 ആവും. 15/5 5ൽ 1 ടൈംസ്, 15ൽ 3 ടൈംസ്. അപ്പം ഇവിടെ 3 ആണ് വരിക, 35 + 3. അപ്പോൾ 38% ആണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ചോദ്യം, നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഈ പീറ്റർ രാകേഷിന് വിറ്റത് 15%, രാകേഷ് ഷികയ്ക്ക് വിറ്റത് 20%. അപ്പം ഷിക കൊടുത്തത് 3000 റുപ്പീസാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനാണ് ഇത്, 3 വ്യക്തികൾ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. അപ്പം ഫസ്റ്റ് നിങ്ങൾ പീറ്റർ മേടിച്ചത്, ഏറ്റവും ലെഫ്റ്റ് എൻഡിലുള്ള പീറ്റർ മേടിച്ച കോസ്റ്റ് പ്രൈസ് C എന്ന് എടുക്കാം. എന്നിട്ട് ഇവിടെ 2 ബ്രാക്കറ്റ് ഇടാം, കാരണം 2 ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എൻ പേയ്മെൻറ്റ് എഴുതാം. എൻ പേയ്മെൻറ്റ് ആരാ? ഷിക കൊടുത്തത് 3000 എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് 15%, അതായത് 100. ഇവിടുത്തെ ഫോർമുല 100 + P1/100 ഇടുക, അതായത് ഫസ്റ്റ് 2% തമ്മിലുള്ള പ്രോഫിറ്റ്. ഇവിടെ അതുപോലത്തെ 100 + P2 ഡിവൈഡഡ് ബൈ 100. ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇവിടെ 3000-ന് പകരം എൻ പേയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, എൻഡ് പേയ്മെൻറ്റ് E. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് C × 100 പ്ലസ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ പ്രോഫിറ്റ് 15 ഡിവൈഡഡ് ബൈ 100. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോർമുല കേട്ടോ. ബൈ 100 × 100 പ്ലസ് സെക്കൻഡ് ട്രാൻസാക്ഷനിലുള്ള പ്രോഫിറ്റ് 20 ബൈ 100 ഈസ് ഈക്വൽ ടു എൻ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 3000, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് C ഈസ് ഈക്വൽ ടു C ഇൻറ്റു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് 115 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 3000. നമുക്ക് ഈ 0 കട്ട് ചെയ്യാം. ഇനി ഇതൊക്കെ റൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് C ഈസ് ഈക്വൽ ടു ഈ താഴത്തുള്ള 2 മുകളിലേക്ക് പോകും. അപ്പോൾ 3000 ഇൻറ്റു 100 ഇൻറ്റു 10 എന്നാവും. ഈ 100ഉം 10ഉം നമ്മൾ മുകളിലേക്ക് എടുത്ത്, ഈ 115 12ഉം താഴത്ത് വരും. 115 ഇൻറ്റു 12. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 213, ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2173.91 റുപ്പീസ് എന്നാണ് കിട്ടുക. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ഇവിടെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനാണ്. A സെൽസ് ആൻ ഐറ്റം അറ്റ് എ പ്രോഫിറ്റ് 20% to B. അപ്പോൾ ഇവിടെ A ആണുള്ളത്, ഇവിടെ B ആണുള്ളത്, ഇവിടെ C ആണുള്ളത്. A Bക്ക് വിൽക്കുന്നത് എത്ര പെർസെൻറ്റേജ്? 20% പ്രോഫിറ്റിലാണ്. അതുപോലെ B Cക്ക് വിൽക്കുന്നത് 10% ലോസിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ പ്രോഫിറ്റാണ്,
ഇവിടെ ലോസാണ് 10% ലോസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നേരത്തെ നമ്മൾ എന്തായിരുന്നു, രണ്ടും പ്രോഫിറ്റ് ആണെങ്കിൽ P1 + P2 + P1 P2 ഡിവൈഡഡ് ബൈ 100. ഇതാണ് നെറ്റ് എന്ത് വരുന്നത്, പ്രോഫിറ്റ്. അപ്പം ഇവിടെ ഒന്ന് ലോസാണ്. അപ്പം നമ്മൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് പ്രോഫിറ്റ് ഒക്കെ പറയാം. ഇവിടെ ഒന്ന് ലോസ് ആയ സ്ഥിതിക്ക് നമ്മൾ ഫോമിൽ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. P - L - PL ബൈ 100. നേരത്തത് എന്തായിരുന്നു, P1 + P2 + P1 P2 ഡിവൈഡഡ് ബൈ 100 അങ്ങനെയല്ലായിരുന്നു. ഇവിടെ എന്ത് ചെയ്ത് നമ്മൾ ആ P2 പകരം -L എന്ന് എടുത്ത്. അല്ല ചില നിങ്ങൾക്ക് ഇങ്ങനെയും പഠിക്കാം, P1 - P2 - P1 P2 ബൈ 100 എന്ന് എടുക്കാം. അതിൽ നിങ്ങൾ P2 എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, -10 എന്ന് എടുത്താലും മതി. അതിന് നല്ല കൺഫ്യൂഷൻ ആക്കണ്ട, ഈ ഒരു ഫോമുല യൂസ് ചെയ്യുക. അതായത് ഒന്ന് പ്രോഫിറ്റ് ഒന്ന് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോമുല യൂസ് ചെയ്യാം. അപ്പോൾ എന്താ വരിക, 20 - 10 - 20 × 10 ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 20 - 10 എന്ന് പറഞ്ഞാൽ 10 ഇത് കട്ട് ചെയ്യുക 10 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 8%. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് സെപ്പറേറ്റ് ഫോമിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് P1 P2 തന്നെ എടുക്കുക. അതിൽ P2 എന്താക്കി എടുത്താൽ മതി, -10 എന്ന് എടുത്താൽ മതി. ലോസ് ആയതിനെ കൊണ്ട് P2 -10. അപ്പം നിങ്ങൾ ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് P1 + P2 വരെ എന്ത് ഇട്ട് കൊടുക്കുക, അതായത് P1 എന്ന് പറയുന്നത് 20 + P2 എന്ന് പറയുന്നത് എന്തിട്ട് കൊടുക്കുക, -10. ലോസ് ആയതിനെ കൊണ്ട് -10 + P1 എന്ന് പറയുന്നത് 20 × -10 ബൈ 100. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എന്താ കിട്ടുക, 8% ആണ് കിട്ടുക. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയാം. അതായത് എയും ബിയും ഇത് രണ്ടും പ്രോഫിറ്റ് ആണെങ്കിൽ P1 P2 ഇത് രണ്ടും പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ഫോമുല നെറ്റ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു എന്താ വരിക, P1 + P2 + P1 P2 ഡിവൈഡഡ് ബൈ 100. ഇനി ഒന്ന് പ്രോഫിറ്റും ഇത് ലോസും ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ഫോമുല ഇസ് ഈക്വൽ ടു P1 - L P1 അല്ല P - L - PL ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു ഫോമുലയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻഡ് പേയ്മെൻറ്റിലുള്ള അടങ്ങിയിട്ടുള്ള ആ ഫോമുലയും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പോൾ അടുത്ത ടൈപ്പ് 6 ആണ് ഡിസോണസ്റ്റ് സെല്ലർ. അതായത് ചില ആളുകൾ, ചില സെല്ലേഴ്സൊക്കെ വെയ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് അഡീഷണൽ പ്രോഫിറ്റ് ഉണ്ടാക്കും. നമുക്കറിയാം, ചിലപ്പോൾ 1 കിലോഗ്രാമിൻ്റെ വെയിറ്റൊക്കെ ചിലപ്പോൾ 1 കിലോഗ്രാം ഒന്നും ഉണ്ടാവില്ല, 900 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. 1 കിലോഗ്രാമിന് താഴെയാകുമ്പോൾ. അപ്പോൾ അതായത് വെയിങ് സ്കെയിലിനൊക്കെ മാറ്റം വരുത്തിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സെല്ലേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ ഭയങ്കര നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫോമുല എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്രോബ്ലം വരുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കുക. എ സെല്ലർ യൂസസ് എ വെയിങ് സ്റ്റോൺ ഓഫ് 900 gram ഇൻസ്റ്റെഡ് ഓഫ് 1 kilogram. അതായത് 1 kilogram എന്ന് പറഞ്ഞാൽ ശരിക്കും 1000 ഗ്രാമാണ്. അപ്പം നമ്മളെവിടെ യൂസ് ചെയ്യുന്നത് എത്രയാണ്, 1 കിലോഗ്രാമിന് പകരം 900 ഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും, ആ സെല്ലർ പ്രോഫിറ്റ് ഉണ്ടാക്കും. 900 ഗ്രാമാണ് അല്ലേ. അപ്പോൾ നമ്മൾ 1 കിലോ പഴമൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവില്ല. 900 ഗ്രാം ആകുമ്പോഴത്തേക്ക് 1 കിലോ കാണിക്കും. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു പ്രോഫിറ്റ് ആ ഒരു സെല്ലർ ഉണ്ടാക്കും. അപ്പം ആ ഒരു ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോമുലയാണ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ മൈനസ് എറർ
ഇൻറ്റു 100. ഇതാണ് അതിൻ്റെ ഫോർമുല. അതായത് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈക്വൽ ടു എറർ ബൈ ട്രൂ വാല്യൂ മൈനസ് എറർ ഇൻറ്റു 100. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എറർ എന്താ നോക്കാം. എറർ എന്ന് പറയുന്നത് കണ്ടോ, 1000 ഗ്രാമിന് പകരം 900 ഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1000 മൈനസ്, അതായത് ആക്ച്വൽ കിലോഗ്രാം മൈനസ് ആ സെല്ലർ യൂസ് ചെയ്തിട്ടുള്ള കിലോഗ്രാം, അതായത് 900. അപ്പം 1000 മൈനസ് 900 തന്നെ 100 ആണ്. 100 ഗ്രാമാണ് എറർ വരിക. ഇനി ട്രൂ വാല്യൂ എന്ന് പറയുന്നത്, ട്രൂ വാല്യൂ ശരിക്കും എത്രയാണ് വെയിങ് സ്കെയിൽ വരേണ്ടത്, 1 കിലോഗ്രാം ആണ് വരേണ്ടത്, അതല്ലേ ട്രൂ വാല്യൂ. 1000 ഗ്രാം അല്ലേ, എറർ നമുക്ക് കിട്ടി 1000. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ, അപ്പോൾ എന്ത് വരും, ദെർഫോർ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, എറർ എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 1000 മൈനസ് 100 ഇൻറ്റു 100. എറർ എന്ന് പറയുന്നത് 100, ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 1000 മൈനസ് 100 ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 100 ഡിവൈഡഡ് ബൈ 900 ഇൻറ്റു 100. ഈ 0 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്ത് വരും, 100 ഡിവൈഡഡ് ബൈ 9. ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും, 100 ഡിവൈഡഡ് ബൈ 9, 1 9 10 1. അപ്പോൾ എന്ത് വരും, 11 1/9% എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് പ്രോഫിറ്റ് അദ്ദേഹം ഇങ്ങനൊരു ടാമ്പറിങ്ങിലൂടെ നടത്തിയാൽ കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് അടുത്ത പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ തന്നെ കിട്ടും. പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈക്വൽ ടു എറർ ബൈ ട്രൂ വാല്യൂ മൈനസ് എറർ ഇൻറ്റു 100. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. പ്യോർ ഗീ കോസ്റ്റ് ₹1000 per kilogram ആഫ്റ്റർ അഡൾട്രേറ്റിംഗ് ഇറ്റ് വിത്ത് വെജിറ്റബിൾ ഓയിൽ കോസ്റ്റിംഗ് ₹50 per kilogram. എ ഷോപ്പ് കീപ്പർ സെൽസ് ദ മിക്സ്ചർ അറ്റ് ദ റേറ്റ് ഓഫ് ₹96 per kilogram. അതായത് പ്യോർ ഗീൻ്റെ കൂടെ മൂപ്പര് വില ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ മിക്സ് ചെയ്തിട്ട് ₹96 per കിലോഗ്രാമിന് വിൽക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ 20% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോ, അതായത് പ്യോർ ഗീയും ഈ വെജിറ്റബിൾ ഓയിലും തമ്മിൽ മിക്സ് ചെയ്ത റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ സെല്ലിംഗ് പ്രൈസ് ആണ് ഇവിടെ തന്നത്, അതാദ്യം കണ്ടിട്ട്. സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് തന്നത് ₹96. സെല്ലിംഗ് പ്രൈസ് ആണ് ₹96 per. 1 കിലോഗ്രാമിൻ്റെ കേസിലാണ് എല്ലാം വരിക. 1 കിലോഗ്രാമിന് ₹96 എന്നതിലാണ് സെല് ചെയ്തത്. അപ്പോൾ പ്രോഫിറ്റ്, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എത്രയാണ്, 20%. അപ്പോൾ ആദ്യം നിങ്ങൾ കോസ്റ്റ് പ്രൈസ് കണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്കറിയാം, കോസ്റ്റ് പ്രൈസ് ലെഫ്റ്റിൽ എഴുതുക, സെല്ലിംഗ് പ്രൈസ് റൈറ്റിൽ എഴുതുക. അപ്പോൾ എന്താ, കോസ്റ്റ് പ്രൈസ് അതിനെ കൊണ്ട് വലിയ ടേം താഴത്ത് വരും, 100. പിന്നെ പ്രോഫിറ്റ് 100 + P/100. അപ്പം കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പി എന്ന് പറയുന്നത് പ്രോഫിറ്റ് 20. അപ്പോൾ 1 + 20 ഇൻറ്റു 96 വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 96. അപ്പോൾ ഈ 0 കട്ടാവും. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 1296 ഇതിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 വരും, ഇവിടെ 6 വരും. അപ്പോൾ 5 ഇൻറ്റു 96 ഡിവൈഡഡ് ബൈ 6. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 136 6. അപ്പോൾ 80 കിലോഗ്രാം അല്ല 80 റുപ്പീസ് ആണ് എന്ത് വരിക, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് വരിക. അപ്പം നമ്മൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ച് 80 റുപ്പീസ്. അപ്പോൾ ആദ്യം നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ആ കോസ്റ്റ് പ്രൈസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയൊരു ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, ഗീൻ്റെ കൂടെ, ഗീ എന്ന് എഴുതുക അവിടെ, ഗീ. അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിൽ അല്ലേ. അപ്പോൾ ഗീൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്ര, ഗീ 100 ആണ്, 100 എന്ന് എഴുതുക, 100 റുപ്പീസ്. നമ്മൾ വെജിറ്റബിൾ ഓയിൽ തന്നെ 50 റുപ്പീസാണ് അല്ലേ. ഇത് മിക്സ് ചെയ്യുന്ന, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്
അയാൾ ഉണ്ടാക്കുന്നത് 80 റുപ്പീസിലാണ് അയാൾ സെല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കുക. 100 മൈനസ് 80. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആരോ സാധാരണ ഇടുന്നത് കാണാം. അങ്ങനെയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ആദ്യം ഇവർ തമ്മിലുള്ള റേഷ്യോയിലെ ഡിഫറൻസ് കാണാം. 100 മൈനസ് 80. അതുപോലെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 80 മൈനസ് 50. അതായത് വലുതെന്ന് ചെറുത് കുറയ്ക്കട്ടെ. എപ്പോഴും 100 മൈനസ് 80 കണ്ടുപിടിക്കുക, 80 മൈനസ് 50 കണ്ടുപിടിക്കുക. അപ്പോൾ 100 മൈനസ് 80 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 20. അതുപോലെ 80 മൈനസ് 50 എന്ന് പറയുന്നത് 30. ഓക്കെ. അപ്പം എന്നിട്ട് റേഷ്യോ ഇത് തിരിച്ചിടുക. അതായത് ഇത് ഈസ്റ്റു ആണ് കേട്ടോ റേഷ്യോ. അതായത് നമ്മളിപ്പോൾ ഇവിടെ എഴുതുന്ന സമയത്ത് ഗീ ഈസ്റ്റു വെജിറ്റബിൾ ഓയിലാണ്. ആ ഓർഡറിലാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് 20:3 എന്ന് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചത്. എന്നിട്ട് ഇത് തിരിച്ചിടുക. എന്താ വരിക? 30:20. നമുക്ക് ഈ കിട്ടിയത് നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ 30:20. 30:20ൻ്റെ മീനിങ് 30/20 എന്നാണ്. അപ്പോൾ 0 കട്ട് ചെയ്യുക. അപ്പോൾ റേഷ്യോ എന്താ വരിക? 3:2. അതാണ് വരിക. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ്. ആദ്യം നിങ്ങൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചതിന് ശേഷം അത് നടുവിൽ എഴുതുക. എന്നിട്ട് ഗീന്നും അത് ഏതൊക്കെ ക്വാണ്ടിറ്റിയാണ് അതിന് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ ഡിഫറൻസ് റിവേഴ്സ് ചെയ്യുക. അപ്പോൾ അതാണ് അവർ റേഷ്യോ. അപ്പോൾ ഈ ഒരു റേഷ്യോയിലാണ് അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആ ഒരു സെല്ലർ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 ടൈപ്പ് പ്രോബ്ലമാണ് നമ്മൾ ഈ ഡിസ്ഓണസ്റ്റ് സെല്ലർ, അതായത് ടൈപ്പ് 6-ലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മതി, ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്ത ടൈപ്പാണ് ടൈപ്പ് 7, അതായത് മാർക്ക്ഡ് പ്രൈസ് ആൻഡ് ഡിസ്കൗണ്ട്. ഇത് നമ്മൾ സാധാ ഹോൾസെയിൽ ഡീലേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെ തമ്മിൽ അവർ ഹോൾസെയിലായിട്ട് നമ്മൾ എടുക്കുമ്പം നമുക്കുണ്ടാവുന്ന ഒരു റീറ്റെയിലറിന് ഉണ്ടാകുന്ന ലാഭം, അതൊക്കെയാണ് നമ്മൾ ഈ മാർക്ക്ഡ് പ്രൈസ് ആൻഡ് ഡിസ്കൗണ്ടിലൊക്കെ വരുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ നിന്ന് നമുക്ക് അതെന്താ റിലവൻ്റ് ആയിട്ടുള്ള ഫോർമുലാസൊക്കെ എഴുതാം. നോക്ക്, എ വെൻഡർ ബൈസ് 30 പെൻസിൽസ് അറ്റ് മാർക്ക്ഡ് പ്രൈസ് ഓഫ് ₹25 പെൻസിൽസ് ഫ്രം എ ഹോൾസെയിലർ. അതായത് ഈ ഒരു 25, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ഈ 25 പെൻസിലിൻ്റെ വിലയ്ക്ക്, അതായത് ഹോൾസെയിലർ എടുത്തുനിന്ന് 25 പെൻസിലിൻ്റെ വിലയ്ക്ക് 30 പെൻസിൽ എടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. അതായത് കുറച്ചധികം കിട്ടി. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചധികം കിട്ടുമല്ലോ. അപ്പോൾ 25 പെൻസിലിൻ്റെ പൈസയ്ക്ക് നമുക്ക് 30 പെൻസിലാണ് ഈ വെൻഡർ എടുത്തത്. ഹി സെൽസ് ദീസ് പെൻസിൽസ് ഗിവിങ്. അപ്പം ഈ ഒരു വെൻഡർ, ഈ മേടിച്ച വെൻഡർ വേറെ നമ്മളെ കസ്റ്റമേഴ്സ്, അതായത് ഹോൾസെയിലറിന്, അതായത് 3 എണ്ണമായിട്ട് ഹോൾസെയിലർ, റീറ്റെയിലർ, കസ്റ്റമർ. അതായത് ഈ റീറ്റെയിലറാണ് ഈ ഹോൾസെയിലർ അടുത്തുനിന്ന് ഈ ഒരു പൈസയ്ക്ക് മേടിക്കുന്നത്. എന്നിട്ട് ഈ റീറ്റെയിലർ കസ്റ്റമറിന് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, 2% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റീറ്റെയിലർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനത്തെ പ്രോബ്ലം വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസൊക്കെ കണ്ടുപിടിക്കുക, എഴുതി വെക്കുക. ആദ്യം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ എത്ര പൈസ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25. അപ്പം 25 പെൻസിലിൻ്റെ മാർക്ക്ഡ് പ്രൈസിനാണ്, 25 പെൻസിലിൻ്റെ മാർക്ക്ഡ് പ്രൈസിനാണ് 30 പെൻസിൽ മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 25 പെൻസിൽ എന്നുള്ളത് കോസ്റ്റ് പ്രൈസ് ആക്കിയിട്ട് എഴുതാം. 25 റുപ്പീസ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. സെല്ലിംഗ് പ്രൈസ് എന്നാൽ എത്ര ക്വാണ്ടിറ്റിയാണ് അദ്ദേഹം മേടിച്ചത്, ആ ഹോൾസെയിലർ എടുത്ത 30 നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് ആക്കിയിട്ട് എഴുതാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലുത് നിങ്ങൾ എന്താക്കി എഴുതണം, സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എഴുതണം. ഇനി ഡിസ്കൗണ്ട്, അപ്പം ഈ ഒരു സെല്ലിംഗ് പ്രൈസിലല്ല വിൽക്കുന്നത്, അപ്പം ഒരു ഡിസ്കൗണ്ടഡ് സെല്ലിംഗ് പ്രൈസ്, അപ്പം ഒരു എസ്, ഒരു ഡാഷ് കിട്ടാം. അതായത് 30-ന്ന്, അതാണ് ശ്രദ്ധിക്കുക, 30-ന്ന് ഡിസ്കൗണ്ട്, 30 മൈനസ് ഡിസ്കൗണ്ട്, 30-ന്ന് ഡിസ്കൗണ്ട്. അപ്പം 30 മൈനസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 2%. അപ്പം 30-ൻ്റെ 2% കേട്ടോ, 2/100. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് 30 മൈനസ്
ഈ 2 0 കട്ട് ചെയ്യും. 3 × 2 6, 6/10 0.6. അപ്പോൾ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എസ് ഡാഷ് ആണ്. അത് എത്രയാണ് വരിക? 29.4 റുപ്പീസാണ് വരിക. ഓക്കെ, ഇനി നിങ്ങൾക്ക് സാധാ പോലെ തന്നെ കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട പെർസെൻറ്റേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട എന്താ വരിക? സെല്ലിംഗ് പ്രൈസ്, അതായത് ഇവിടെ സെല്ലിംഗ് പ്രൈസ് എസ് ഡാഷ് ആണ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, വിച്ച് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് തന്നെ 29.4 മൈനസ് 25 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100. ഇത് നമ്മൾ 29.4 25 കുറച്ചാൽ 4.4 എന്നാണ് കിട്ടുക. 4.4 ബൈ 25 ഇൻറ്റു 100. 25 1 ടൈംസ്, 100 4 ടൈംസ്, വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് കിട്ടും 4.4 ഇൻറ്റു 4. അപ്പോൾ 4.4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 17.6. അപ്പോൾ 17.6% പ്രോഫിറ്റാണ് ഈ ഒരു ട്രാൻസാക്ഷന് ആ ഒരു റീറ്റെയിലർ ഉണ്ടാക്കിയത്. ഇനി അതുപോലെ തന്നെ അതേ സെയിം ടൈപ്പ് തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ റീറ്റെയിലർ ബൈസ് 40 pence അറ്റ് ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് 36 pence. അപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ ചെറിയ പ്രൈസ് എന്താക്കുക, 36 എന്താക്കുക, നിങ്ങൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. കോസ്റ്റ് പ്രൈസ് സി ഈസ് ഈക്വൽ ടു, അതായത് മാർക്ക്ഡ് പ്രൈസ് തന്നെയാണ് കോസ്റ്റ് പ്രൈസ് ആക്കി എടുക്കുക. അപ്പോൾ 36. അതാണ് ഇതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. സെല്ലിംഗ് പ്രൈസിൻ്റെ, അതായത് മേടിക്കുന്ന പ്രൈസ് ഒരു എസ് ആദ്യം എടുക്കുക 40. പിന്നെ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് കുറയ്ക്കണം. ഡിസ്കൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എസ് മൈനസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1%. അപ്പോൾ നമ്മൾ എസ് എന്ന് പറയുന്നത് 40 മൈനസ് 40ൻ്റെ 1% ബൈ 100. അപ്പോൾ ഇത് കട്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക? 0.4. അപ്പോൾ 40 മൈനസ് 0.4 വിച്ച് ഈസ് ഈക്വൽ ടു 39.6. ഇത്രയും റുപ്പീസാണ് എന്ത് വരുന്നത്? സെല്ലിംഗ് പ്രൈസ്. ഇനി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെല്ലിംഗ് പ്രൈസ് എസ് ഡാഷ് മൈനസ് സി ബൈ, ഇത് ഡിസ്കൗണ്ടും കൂടി ഉള്ളതിനെ കൊണ്ടാണ് കേട്ടോ എസ് ഡാഷ് ചെയ്യുന്നത്, ഇൻറ്റു ബൈ സി ഇൻറ്റു 100, വിച്ച് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 39.6 മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? 36 ബൈ 36 ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 39.6 മൈനസ് 36 എന്ന് പറഞ്ഞാൽ 3.6 ആണ്. 3.6 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 100. ഇത് നിങ്ങൾ കട്ട് ചെയ്യുക. ഡെസിമൽ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 എന്നാണ് വരിക. അതായത് 3.6 ഡിവൈഡഡ് ബൈ 36, മുകളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 360 എന്ന് കിട്ടും. ഈ 36ൽ 1 ടൈംസ്, 360ൽ 10 ടൈംസ്. എന്നിട്ട് ഈ 10 ഇതും കട്ട് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക? 10%. അപ്പോൾ 10% പ്രോഫിറ്റാണ് ഇങ്ങനെ ഈ ഒരു ട്രാൻസാക്ഷനിന് ആ ഒരു ഹോൾസെയിലർ ഉണ്ടാക്കുന്നത്, സോറി ആ റീറ്റെയിലർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് മാർക്ക്ഡ് പ്രൈസും ഡിസ്കൗണ്ടും എന്നുള്ള ആ സെക്ഷനിലുള്ള ടൈപ്പ് പ്രോബ്ലം. ഓക്കെ, ഇത് സിമ്പിളാണ്. ഈ ഒരു 2 കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. എസ് ഡാഷ് കണ്ടുപിടിക്കേണ്ടത് മാത്രം. എസ് ഡാഷ് എന്ന് പറയുന്നത് നിങ്ങൾ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കൂടി കുറയ്ക്കണം. ഡിസ്കൗണ്ട് സാധാരണ കൊടുക്കും. ഡിസ്കൗണ്ട് കൊടുക്കാത്ത പ്രോബ്ലം സാധാരണ വരാറില്ല മാർക്കറ്റ് പ്രൈസിൽ. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പാണ് കൺസംഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ ടൈപ്പ് പ്രോബ്ലം. കൺസംഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചില കോമഡിറ്റീസിൻ്റെ വില കുറയും. ആ വില കുറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉപയോഗം കൂട്ടും. അങ്ങനത്തെ ഒരു കേസുണ്ട്. നേരെ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ വില കൂടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉപയോഗം കുറയും. അപ്പം നമ്മൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 15th ക്വസ്റ്റ്യൻ. ഇഫ് പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസസ് ബൈ 20%, then the percentage reduction in the consumption so that expenditure remains the same. അതായത് ഇവിടെ ഷുഗറിൻ്റെ പ്രൈസ് കൂടുക ചെയ്യുന്നത്. അങ്ങനെ കൂടുകയാണെങ്കിൽ, അതായത് പ്രൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം, പ്രൈസ് കൂടുന്ന സമയത്ത് കൺസംഷൻ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. കാരണം പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കുറയും. അങ്ങനെയാണെങ്കിൽ ഇത് പ്രൈസ് അപ്പം പെർസെൻറ്റേജ് റിഡക്ഷൻ എന്ന് പറയുന്നത്
ഈ ഒരു കേസിൽ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ കൺസംഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഫോമിൽ ഇത് റേറ്റ് ഇൻക്രീസ് ചെയ്ത റേറ്റ് 6 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഫോമുലയാണ് R/100 + R × 100. ഒരു ചെറിയൊരു ഫോമുലയാണ്, ഇത് പഠിച്ചു വെച്ചാൽ മതി. പെർസെൻറ്റേജ് കൂടുന്ന സമയത്ത് നമ്മളെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു കൺസംഷൻ. അതായത് ഇവിടെ 6 തന്നിരിക്കുന്നത് R = ഇവിടെ എത്രയാണെന്നത് 20%. ഷുഗറിൻ്റെ പ്രൈസ് കൂടെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 20 / 100 + 20 × 100 which is equal to, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 20 / 120 × 100 എന്ന് വരും. ഈ ഒരു 0 കട്ട് ചെയ്യുക. 2 1 times, 12 6 times. അപ്പോൾ 100 / 6 ഒന്നും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 50 / 3 which is equal to 50 / 3 എന്ന് പറഞ്ഞാൽ 50 / 3 എന്താ വരിക 1 3 20 6 6 3s are 18 2. അപ്പം 16 2/3% ആണ് അതിന് എന്തുണ്ടാവുക, റിഡക്ഷൻ ഉണ്ടാവുക നമ്മളെ യൂസേജിൽ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നേരെ തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ പ്രൈസ് ഓഫ് എ കോമഡിറ്റി ഫോൾസ് ഡൗൺ ബൈ, അപ്പോൾ പ്രൈസ് കുറയുകയാണെങ്കിൽ കൺസംഷൻ എന്താവും, കൺസംഷൻ കൂടും. എന്തും നമ്മൾ വില കുറയുകയാണെങ്കിൽ കൂടും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നുണ്ട്, വണ്ടി എടുക്കുന്നത് കുറയ്ക്കുന്നുണ്ട്. ഇനി പെട്രോളിൻ്റെ വില കുറയുകയാണെങ്കിൽ നമ്മളെന്താവും, വണ്ടി കൂടുതൽ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോർമുല R/, അതായത് പെർസെൻറ്റേജ് റിഡക്ഷൻ, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കൺസംഷൻ. നേരത്തെ റിഡക്ഷൻ ആയിരുന്നു, കാരണം പ്രൈസ് കൂടുക, ഇവിടെ പ്രൈസ് കുറഞ്ഞു. അപ്പോൾ ഇൻക്രീസ് ഇൻ കൺസംഷൻ കണ്ടുപിടിക്കേണ്ടത് R / 100 - R × 100%. ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോർമുല. അപ്പോൾ നമ്മളതിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ ചോദിച്ചത്, ഇഫ് ദ പ്രൈസ് ഓഫ് എ കോമഡിറ്റി ഫോൾസ് ബൈ 10%. അപ്പോൾ R = 10% തന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 10 / 100 - 10 × 100 which is equal to 10 / 100 അത് എത്ര വരെ 90 × 100. ഇതും കട്ടാവും. അപ്പോൾ എന്ത് വരും, 100 / 9. 100 / 9 എന്ന് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് 1 9 10 വീണ്ടും 1 അപ്പോൾ 9 which is equal to 11 1/9%. അപ്പോൾ 11 1/9% എന്തുണ്ടാവും, നമ്മൾ അതിൻ്റെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും, കൺസ്യൂം ചെയ്യുന്നത് കൂടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ്. ഈ 2 സിമ്പിൾ ഫോമുല പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ടൈപ്പ് 8. ഓക്കെ, അടുത്ത ടൈപ്പാണ് റിഡക്ഷൻ. ടൈപ്പ് 9 റിഡക്ഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രൈസ്. ഇവിടെ ഏതെങ്കിലും ഒരു കോമഡിറ്റീൻ്റെ പ്രൈസ് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ടൈപ്പ് 8 ചെയ്ത മാതിരി തന്നെ നമ്മൾ ആ പെർസെൻറ്റേജ് ആണ് ടൈപ്പ് 8 കണ്ടുപിടിച്ചത്. ഇവിടെ പെർസെൻറ്റേജ് മാത്രമല്ല, അത് എത്ര എമൗണ്ടും കൂടി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് റിഡക്ഷൻ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ എന്നിട്ട് ക്വസ്റ്റ്യനിലൂടെ ഞാൻ പറഞ്ഞുതരാം. A reduction of 10% in the price enables a person to buy 2 kg more wheat for ₹30. അതായത് 10% വീറ്റിൻ്റെ വില കുറഞ്ഞപ്പോൾ ആ ഒരു പേഴ്സണിന് 2 കിലോഗ്രാം അധികം മേടിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ വീറ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്, റെഡ്യൂസ്ഡ് പ്രൈസ്. അപ്പം നിങ്ങൾ ഈ വീറ്റിൻ്റെ ആക്ച്വൽ പ്രൈസ് A എന്നെടുക്കാം, പിന്നെ വീറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് കേട്ടോ A എന്നെടുക്കുക, പിന്നെ റിഡക്ഷൻ പെർസെൻറ്റേജ് R എന്നെടുക്കുക, പിന്നെ Y എന്ന് പറയുന്നത് നമ്മളെ ഈ എത്ര എമൗണ്ട് നമ്മൾ കൂടി, അതായത് 2 കിലോഗ്രാം എത്ര എമൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തെന്ന്. അതൊന്നും കൂടി പറഞ്ഞുതരാം. ഈ A എന്ന് പറയുന്നത് ഈ വീറ്റിൻ്റെ പ്രൈസാണ് A. പിന്നെ ഈ Y എന്ന് പറയുന്നത് നമ്മൾ എത്ര കിലോഗ്രാം കൂടുതൽ ഉപയോഗിച്ചു,
നമ്മൾ ആ വില കുറഞ്ഞപ്പോൾ 6 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് റിഡക്ഷൻ, എത്ര പെർസെൻറ്റേജ് ആ വില കുറഞ്ഞെന്ന്. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ്ഡ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല റെഡ്യൂസ്ഡ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല R ഇൻറ്റു എ ബൈ 100/y. ഈ ഒരു ഫോർമുല പഠിച്ചാൽ മതി. R ഇൻറ്റു എ ബൈ 100. അതായത് എ എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണ് മേടിക്കുന്ന വീറ്റ്? 30. അപ്പോൾ എ എന്ന് പറയുന്നത് 30. ഈ y എന്ന് പറയുന്നത് എത്ര എമൗണ്ട് നമുക്ക് കൂടുതൽ മേടിക്കാൻ പറ്റി? അപ്പോൾ y എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ എത്ര റിഡക്ഷൻ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാണ് റെഡ്യൂസ് ചെയ്ത്? 10. ഓക്കെ, അപ്പോൾ നമ്മളത് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു R എന്ന് പറയുന്നത് 10 ഇൻറ്റു എ എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു y എന്ന് പറയുന്നത് 2. അപ്പോൾ ഇതും കട്ട് ചെയ്യുക, ഇതും കട്ട് ചെയ്യുക. അപ്പോൾ 3/2 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 1.5. അപ്പോൾ 1.5 റുപ്പീസാണ് റെഡ്യൂസ്ഡ് പ്രൈസ്. 1.5 റുപ്പീസ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതാണ് റെഡ്യൂസ്ഡ് പ്രൈസിൻ്റെ ഫോർമുല. ഇനി ഇത് എത്രയായിരുന്നു ഒറിജിനൽ പ്രൈസ് നോക്കാം. ഒറിജിനൽ പ്രൈസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇത് യൂസ് ചെയ്യുന്നത് R ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 100 മൈനസ് R ഇൻറ്റു y. അപ്പോൾ ഇതാണ് റെഡ്യൂസ്ഡ് പ്രൈസ്. ഇനി ഒറിജിനൽ പ്രൈസ് എത്രയാണ്? ഒറിജിനൽ പ്രൈസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ R എന്ന് പറയുന്നത് 10 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100 മൈനസ് റിഡക്ഷൻ എത്ര പെർസെൻറ്റേജ് ആ 10. അപ്പോൾ -10 ഇൻറ്റു 2, y എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 300 ഡിവൈഡഡ് ബൈ മുകളിൽ 300 ബൈ 90 ഇൻറ്റു 2. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 0 കട്ട് ചെയ്യുക. ഇതിൽ രണ്ടിലും 3 കോമൺ ആണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി എഴുതാം. 30 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 2. 30ൽ 3 കോമൺ, 10 ഇവിടെ 3, പിന്നെ ഇത് 2, 10ൽ 5. അപ്പോൾ എത്ര വരിക? 5 ഡിവൈഡഡ് ബൈ 3 റുപ്പീസ്. ഇതാണ് ഒറിജിനൽ പ്രൈസ്. 5/3 റുപ്പീസാണ് ഒറിജിനൽ പ്രൈസ്. റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 1.5 റുപ്പീസ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു 2 ഫോർമുല പഠിച്ചാൽ മതി. റെഡ്യൂസ്ഡ് പ്രൈസും, അതായത് നമ്മൾ മേടിക്കുന്ന എമൗണ്ട്, എത്ര എമൗണ്ടിനാണോ മേടിക്കുന്നത് അതാണ് എ. R എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് റെഡ്യൂസ് ചെയ്തത്. y എന്ന് പറയുന്നത് എത്ര എമൗണ്ട് നമുക്ക് അധികം മേടിക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ആ ക്വാണ്ടിറ്റി ഏതൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് ടൈപ്പ് 9 അടുത്തതിൽ ലാസ്റ്റത്തെ ടൈപ്പാണ്, അവസാന ടൈപ്പാണ് ടൈപ്പ് 10. അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് n ആർട്ടിക്കിൾസ് സെല്ലിംഗ് പ്രൈസ്. അതായത് n പാർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസും പിന്നെ വേറെ n പാർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസും ഈക്വലായി വരുന്ന കേസിൽ. അപ്പോൾ ഇവിടെ നോക്കി, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് നോക്ക്, ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. അതായത് 18 ആർട്ടിക്കിൾസിൻ്റെത് എന്തിന് ഈക്വൽ ആയിരിക്കും? 15 ആർട്ടിക്കിൾസിന് ഈക്വൽ ആണെന്നാണ് തന്നത്. ആർട്ടിക്കിൾസ്. ദെൻ ഫൈൻഡ് ദ ഗെയിൻ, അല്ലേ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ, ഇതിൽ എപ്പോഴും നിങ്ങൾ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്നുള്ള ഫോമിൽ എഴുതാം. പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ്. പ്രോഫിറ്റ് ആകുന്ന സമയത്ത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 എന്ന് എഴുതാം. എന്നിട്ട് ഇതിൽ വലുത് നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. അതായത് 18 മൈനസ് ചെറുത് നിങ്ങൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക ബൈ 50. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ്. ഇൻറ്റു 100. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 18 മൈനസ് 15 എന്ന് പറയുമ്പോൾ 3/15 ഇൻറ്റു 100. 3ൽ 1 ടൈംസ്, 15ൽ 5 ടൈംസ്. അപ്പോൾ എന്താ വരിക? 100 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 20%. അപ്പോൾ 20% പ്രോഫിറ്റാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഈ സെയിം ആയിട്ട് നമ്മൾ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എഴുതുക. പെർസെൻറ്റേജ്. ഓക്കെ, ക്വസ്റ്റ്യൻ 2. ഈ 19th ക്വസ്റ്റ്യൻ നോക്ക്. അതിൽ
കോസ്റ്റ് പ്രൈസ് ഓഫ്, അതായത് 25 ആർട്ടിക്കിൾസിൻ്റെ പ്രൈസ്, 25 ആർട്ടിക്കിൾസിൻ്റെ പ്രൈസ് എന്തിന് ഈക്വലാണ്? 20 ആർട്ടിക്കിൾസിൻ്റെ പ്രൈസിന് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് പ്രോഫിറ്റ് നിങ്ങൾ എഴുതുക സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലുത് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. അപ്പോൾ 25 മൈനസ് ചെറുത് കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. 20/20 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 5/20 ഇൻറ്റു 100. 5ൽ 1 ടൈംസ്, 20ൽ 4 ടൈംസ്, വിച്ച് ഈസ് ഈക്വൽ ടു 100/4. 100/4 എന്ന് പറയുമ്പോൾ 25% ആണ് അതിലുണ്ടായ പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ 10 ടൈപ്പ് ആണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള എല്ലാ പ്രോബ്ലവും അടങ്ങിയിട്ടിരിക്കുന്ന എല്ലാ ടൈപ്പും. അപ്പം ഇതിൽ ഈ എല്ലാ ഫോർമുലാസും നിങ്ങൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന എല്ലാ സെക്ഷനും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ?